ഹായ് എവരിവൺ, നമ്മളെ ചിന്തിക്കുന്ന ജെനസിസ് ചാപ്റ്റർ 42 ആണ്. ഉൽപ്പത്തി 42 അധ്യായം. അവിടെ യോസെഫിന്റെ സഹോദരന്മാർ യോസെഫിനെ കാണുന്നത് അവിടെ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. യോസെഫ് അവിടുത്തെ ഈജിപ്തിലെ ഒരു വലിയൊരു വ്യക്തിയായി മാറി. അങ്ങനെ അവിടെ ക്ഷാമകാലം ഒക്കെ എത്തി. അവിടെ എല്ലായിടത്തും ക്ഷാമമായി. അപ്പോൾ യോസെഫ് എല്ലാ ആഹാരങ്ങളും അതെല്ലാം താനവിടെ ശേഖരിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്ഷാമമായപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പലരും വന്ന് ഈ സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ യാക്കോബിന്റെ സ്ഥലത്ത് കനാൻ ദേശത്തിരിക്കുമ്പോഴും ആ ഒരു സെയിം കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ ആകെ ക്ഷാമമായിട്ട് അവിടെ ആഹാരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ യാക്കോബിന്റെ മക്കളോട് പറയാണ്, ഈജിപ്തിൽ പോയിട്ട് നിങ്ങൾ പോയി അവിടെ നിന്നും ധാന്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാനെന്ന് പറയാണ്. അപ്പോൾ അവർ തമ്മിൽ നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ പ്രത്യേകിച്ച് അത് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടുമല്ല, അവരുടെ മനസ്സിലേക്ക് അപ്പോഴൊരു ചിന്ത വന്നു, അവർ യോസെഫിനെ വിറ്റ് കളഞ്ഞത് ആ ഒരു സ്ഥലത്താണല്ലോ. അപ്പോൾ അവിടെ ഇനി അങ്ങോട്ടാണല്ലോ ചെല്ലുന്നത് എന്നതിനെ പറ്റിയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അവർ യോസെഫിനെ അവിടെ കണ്ടാലോ, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ മനസ്സിലൂടെ ആ സമയത്ത് കടന്നു പോകാനായിട്ടിടയായി തീർന്നു. പക്ഷേ അത് ആഹാരം ആവശ്യമുള്ള കാര്യമാണ്. അതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ നിർബന്ധം കാരണം അതൊരു ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അവരവിടെ നിന്നും ഈജിപ്തിലേക്ക് അവർ യാത്ര ചെയ്ത് പോകുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഈജിപ്തിൽ ചെന്നപ്പോഴും ഇവർ യോസെഫിനെ കണ്ടു. ഇവർക്ക് യോസെഫിനെ മനസ്സിലായില്ല എങ്കിൽ കൂടി യോസെഫിന് തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ അവരെ മനസ്സിലായി അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോസെഫ് ഒരുപക്ഷെ അവിടെ ആയിരുന്നുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവര് 17ാമത്തെ വയസ്സിലാണല്ലോ യോസെഫിനെ അവർ വിറ്റ് കളഞ്ഞത്. അപ്പോൾ ഇതൊരു 30 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ 30 വയസ്സൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു വ്യത്യാസം ശാരീരികമായിട്ട് തനിക്ക് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, താൻ ആ സമയത്ത് ഒരു പക്ഷേ ഈജിപ്ഷ്യൻ ടൈപ്പുള്ള ഡ്രസ്സും ആ ഒരു രീതികളൊക്കെ ആയിരുന്നായിരിക്കാം തനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യോസെഫിനെ കണ്ടിട്ടും അങ്ങോട്ട് തിരിച്ചറിയുവാനായിട്ട് അത് യോസെഫ് ആണെന്നുള്ള കാര്യം തിരിച്ചറിയാനായിട്ടിടയായില്ല. മാത്രമല്ല, അവരൊരു ട്രേഡേഴ്സിന് യോസെഫിനെ വിറ്റുകൊടുക്കുകയും കൂടെയായിരുന്നു ചെയ്തത്. അപ്പം ഒരിക്കലും യോസെഫ് ഈ വലിയൊരു സ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് സാധ്യതയില്ല എന്നുള്ളൊരു വിശ്വാസത്തിനും കൂടെ ആയിരുന്നിരിക്കാം അവരവിടെ ചെന്നത്. അപ്പോൾ യോസെഫിനെ കണ്ടു. യോസെഫിന്റെ കാൽക്കൽ അവർ വണങ്ങുകയാണ് ചെയ്യുന്നത്. യോസെഫ് ആദ്യം ഡ്രീം കണ്ടപ്പോൾ അതിനകത്ത് യോസെഫ് ആദ്യം നമ്മൾ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിലെ ഇതൊക്കെ കുറച്ച് മുമ്പ് ചെല്ലുമ്പോൾ യോസെഫ് തന്റെ ഡ്രീം സഹോദരന്മാരോട് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇവര് വണങ്ങുന്ന അർത്ഥത്തിലുള്ള ഡ്രീം പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡ്രീം അന്ന് തന്റെ മനസ്സിലുണ്ടായിരുന്ന ആ സ്വപ്നം ദൈവമായിട്ട് കൊടുത്ത സ്വപ്നം അതിവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. കാരണം യോസെഫിന്റെ സഹോദരന്മാർ യോസെഫിന്റെ മുൻപിൽ അത് മുട്ടുകുത്തി വീഴുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഡ്രീം അവിടെ ദൈവം കൊടുത്ത ഒരു കാര്യം, ദൈവം പ്രോമിസ് ചെയ്ത കാര്യം ദൈവം അവിടെ ഫുൾഫില്ല് ചെയ്തതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് കുറേ വർഷം യോസെഫിന് കാത്തിരിക്കേണ്ടി വന്നു. ആ ഒരു കാര്യം യോസെഫിന്റെ മനസ്സിൽ കൊടുത്ത ആ സ്വപ്നം അത് സാക്ഷാത്കരിക്കുവാനായിട്ട് ഒരുപാട് വർഷം യോസെഫിന് കാത്തിരിക്കേണ്ടി വന്നു എന്ന് കാണാൻ സാധിക്കുന്നത്. അതാണ് ഒരു ബാലനായിരുന്നപ്പോഴാണ് ആ ഒരു ഡ്രീം യോസെഫിന് കിട്ടിയത്. പക്ഷെ ആ ഡ്രീം ഫുൾഫിൽ ആയപ്പോൾ താൻ ഒരു അഡൾട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, 30 വയസ്സൊക്കെ ആയപ്പോഴാണ് തനിക്ക് ആ ഡ്രീം അത് ഫുൾഫിൽ ആകുവാനായിട്ട് വരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പല പ്ലാൻസും ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയുന്ന പ്ലാൻസ് ഉണ്ട്. അതുപോലെ ചില പ്ലാൻസ് ഒക്കെ അത് ഒരുപാട് സമയമെടുത്ത് ദൈവത്തിന്റെ പല പദ്ധതികൾ പൂർത്തീകരിക്കുന്ന പ്ലാൻസും ദൈവത്തിനുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏത് പദ്ധതി വേണമെങ്കിലും നമുക്ക് വരാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വിശ്വസ്തമായിട്ട് ദൈവത്തിനായിട്ട് കാത്തിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. യോസെഫിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. ഇത്രയും വർഷം തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. ദൈവം ആഗ്രഹിച്ച ആ ഒരു കാര്യം തന്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട്. അങ്ങനെ ആ കാത്തിരിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ യോസെഫിന്റെ സഹോദരന്മാരെ കണ്ടിട്ട് തന്നെ വെളിപ്പെടുത്തിയില്ല. താൻ അവരെ അറിയാത്ത രീതിയിൽ താൻ അവരോട് ഇടപെടുകയായിരുന്നു അവിടെ ചെയ്തത്. അവരെ ആദ്യം സ്പൈസ് ആണ്
അല്ലെങ്കിൽ ചാരന്മാരാണെന്നും പറഞ്ഞ് അവരെ ജയിലിൽ അടയ്ക്കുന്നുണ്ട്. പിന്നെ അവരെ തിരികെ വീട്ടിലേക്ക് വിടുന്നുണ്ട്. അപ്പം അതൊക്കെ പിന്നീട് നടക്കുന്നതായിട്ട് ആ ചാപ്റ്റർ തന്നെ പിന്നീട് നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം അത് യോസേഫ് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തത് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല. യോസേഫ് തന്നെ വെളിപ്പെടുത്തുകയാണെങ്കിൽ അവർ ഇതുപോലെ ബോ ഡൗൺ ചെയ്യുവാനോ അങ്ങനൊന്നും സംഭവിക്കണമെന്നില്ല. പക്ഷെ ദൈവം ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു അവര് യോസേഫിന്റെ മുന്നിൽ കീഴാണ് അല്ലെങ്കിൽ താഴ്ന്നിരിക്കണം എന്നുള്ളത്. അത് ദൈവം കാണിച്ച ഡ്രീമായിരുന്നു. ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ടും കൂടിയായിരുന്നു യോസേഫിലൂടെ ദൈവം ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഹിതം അത് എല്ലാ സമയത്തും അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നടക്കാനായിട്ട് ഇടയാകും. അത് അങ്ങനെ എപ്പോഴും അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ദൈവത്തിന്റെ ചില പ്ലാൻസ് വളരെ ലോങ് ടേം ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനായിട്ട് കാത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതിലുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യുവാനായിട്ട് ഈ വേദഭാഗം സഹായിക്കട്ടെ. ദൈവത്തിന് നാമത്തിൽ